ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ, കെടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ, പരാഗമായി തുളുമ്പണം കിനാവുകൾ. പൊൻതാരമേ പവനുതിരും ചേലൊന്നു തൂകുമോ, ആകാശമേ കണ്ണാടി നോക്കുമോ. ഇവൾ മുഖം വാടാതെ കവിൾ മണം ചോരാതെ പോകുമോ തെന്നലേ. ദിനം ദിനം ഓരോരോ സ്വരങ്ങളായി താലോലം പാടുമോ തിങ്കളേ. പൊൻതാരമേ പവനുതിരും ചേലൊന്നു തൂകുമോ, ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ, കെടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ, പരാഗമായി തുളുമ്പണം കിനാവുകൾ. പൊൻതാരമേ പവനുതിരും ചേലൊന്നു വലിയവനാരെയും ഇടയാക്കി തീർക്കുന്നവരെ കടന്നു പോകുന്ന വഴിയാത്രയിലൊക്കെ ദൈവസ്ഥാനത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സദസ്സിലാവി. ഈ സമയത്തിനായി കർത്താവേ ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവ്യത്തിൻ്റെ മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കടന്നു വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കടന്നു പോകുന്ന വാഹനമൊക്കെ കർത്താവെ വളരെ അനുഗ്രഹത്തോടെ കടന്നു പോകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹങ്ങളൊക്കെ വളരെ സന്തോഷമായി നടത്താൻ ഇടയാക്കണമെന്ന കാലാവസ്ഥകളൊക്കെ അവിടുന്ന് അനുകൂലമാക്കി തീർക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും കൂട്ടി വരുത്തി കർത്താവെ തിരിച്ച് അവിടേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വസമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിക്കുന്ന കർത്താവെ എൻ്റെ മകളുടെ വിവാഹ ജീവിതം വളരെ അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനെ നീ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കർത്താവെ അത് കാലെടുത്ത് വയ്ക്കുന്ന എൻ്റെ മകളെയും കർത്താവെ പ്രിയ മകനെയും അവിടുന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകുവാൻ കൊണ്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം തന്നെ അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഘോഷിക്കുവിൻ. അവിടുത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്നേഹസമ്പന്നനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്നും ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ദാസിയായ ജിനിമോൾ സെബാസ്റ്റ്യനെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മകൾക്ക് പങ്കാളിയെ തിരഞ്ഞെടുത്ത് നൽകിയ അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഈ സഹായത്തിനെ ഏവർക്കുകയും ആശീർവദിച്ച് അവകാശമാക്കിയ കർത്താവെ നിന്റെ ഈ മക്കളെ സംയോജിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മല വധുവായി സ്വയം സ്വീകരിച്ച മിശിഹാനാകാം ഇന്ന് നടത്തുന്ന ഈ വിവാഹത്തെ ആശീർവദിക്കുകയും പ്രിയപ്പെട്ട മക്കളെ സമാധാനത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും.
ദൈവമേ, വിവാഹത്താൽ ബന്ധിതമായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചതല്ലോ. സ്വർഗീയ വരങ്ങളായി വധുവരന്മാരെ സമ്മതരാകുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി കൂടാസമയത്തിലൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തമാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയിൽ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വലിയ കാഴ്ചകളുമായി രാജാവിനെ നിങ്ങൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാരെ അനുഗ്രഹിക്കും. നിന്റെ ഭവനത്തിൽ കിടക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, നിൻ സ്തുതികൾ പാടുമ്പോൾ എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവേശ്വരായി വാഴ്ത്തിടുമേ, വാഴ്ത്തിടുമേ. ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ
ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. 1 മുതൽ 7 വരെ വാക്യങ്ങൾ കർത്താവേ ആശ്രയിക്കണമേ. വിശുദ്ധീകരിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടെല്ലാം പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൊഴികളായ പിന്നെയും മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമാവും സൗമ്യവും ശാന്തവുമാകുന്ന അനശ്വരത്വമണഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തെ പ്രത്യാശ വയ്ക്കുന്ന വിശ്വസ്ത സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയനായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഗ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവാൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്നതിൽ അവളോട് ബഹുമാനം കാണിക്കുക. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രദ്ധിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ ക്രമത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പെന്നും അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു വരുന്നു. ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ
അവനിൽ വിശ്വസിച്ചു. ഒരു നിമിഷം. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിവാഹത്താൽ ബന്ധിതരാകുന്ന പ്രിയപ്പെട്ട ബിജോയ് ജിനിമോൻ നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബിജോയ് ജിനിമോളും വിവാഹമെന്ന കൂദാശയാൽ പുതിയ ഒരു കുടുംബത്തിന് രൂപം നൽകുന്ന ദിവസമാണ്. യഥാർത്ഥത്തിൽ ഇവരെ യോജിപ്പിച്ചത് മാതാപിതാക്കളോ ബ്രോക്കർമാരോ ഏതെങ്കിലുമൊക്കെ മാരിയേജ് സൈറ്റുകളോ ഒന്നുമല്ല, മാട്രിമോണിയൽ സൈറ്റുകളൊന്നുമല്ല, മറിച്ച് ദൈവമാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വിവാഹത്തിന് തന്നെ വായിക്കുന്ന ഒരു സുവിശേഷ ഭാഗത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുക. വിശുദ്ധ കുർബാന ഒരു കൂദാശയാണ്. ഇവിടെ 2 കൂദാശകൾ ഒരേ സമയത്ത് പരികർമ്മം ചെയ്യപ്പെടുകയാണ്. വിവാഹം എന്ന കൂദാശയും വിശുദ്ധ കുർബാന എന്ന കൂദാശയും. ഇവരുടെ ജീവിതത്തിലേക്ക് സ്വർഗം കൃപകൾ വർഷിക്കുന്ന ദിവസമാണ്. ജീവിതകാലം മുഴുവൻ ദൈവത്തോടും സമൂഹത്തോടും പരസ്പരമുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള കൃപകളാണ് നൽകപ്പെടുന്നത്. മറിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒന്നിച്ചു ചേർക്കപ്പെട്ടവരാണ്. വിവാഹം എന്ന കൂദാശയിലെ ഏറ്റവും വലിയ കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? വിവാഹം എന്ന കൂദാശയിൽ ഇത് കഴിയുമ്പോൾ താലികെട്ടാണ്, മോതിര കൈമാറ്റമാണ്, അല്ല പിന്നെന്താ? പരസ്പരമുള്ള സമ്മതം കൈമാറുന്നതാണ്. അതാണ് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവാഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഉള്ളതല്ല, ജീവിതാന്ത്യം വരെയുള്ള അഭേദ്യമാണ്, ഭേദിക്കാൻ പറ്റാത്ത. അതുകൊണ്ട് ഈശോ പറയുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇവർ ഇന്ന് വിവാഹത്താൽ ബന്ധിതരാകുക എന്നുള്ള കെട്ടപ്പെട്ട് കഴിഞ്ഞു. വിവാഹം എന്ന കൂദാശയെ ബന്ധിക്കപ്പെട്ട് ഇവരെ വേർപെടുത്താൻ അധികാരമില്ല. അത്രയും ശ്രേഷ്ഠമായതാണ്. കാരണം ഈ വിവാഹം എന്ന കൂദാശയിൽ ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈശോ തന്നെയാണ് നിങ്ങളെ ഈ പുരോഹിതനിലൂടെ കാർമ്മികരിലൂടെ വിവാഹം എന്ന കൂദാശ ആശീർവദിക്കുന്നത്. അത് ഈശോ ആശീർവദിച്ച ഒന്നിന് മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് നൽകുന്ന ഈ സമ്മതം, പരസ്പരമുള്ള സമ്മതം. അത് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തിയോടെ പങ്കുചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടുകൂടെ വിവാഹം എന്ന കൂദാശയിൽ ബന്ധിതരാകുന്നവർക്ക് വേണ്ടി പരസ്പര സ്നേഹത്തിൽ വൈകിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവജനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെ ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ വധുവരന്മാരെ മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദൈവീയ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനകളിലായി ജീവിക്കുവാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ആമേൻ.
ബിജോയി എന്ന് വിളിക്കപ്പെടുന്ന ഡേവിഡ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിനിമോൾ എന്ന് വിളിക്കപ്പെടുന്ന മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ജിനിമോൾ എന്ന് വിളിക്കപ്പെടുന്ന മറിയം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ബിജോയി എന്ന് വിളിക്കപ്പെടുന്ന ഡേവിഡിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കും. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുരുഷമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായിരിക്കുന്ന കുരിശികൾക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി എന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാ യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന്
വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ നിങ്ങൾ തലവിളിച്ച് ആശീർവാദിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഭൂമിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ ഹൃദയകാരുണ്യം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യങ്ങളുടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുന്നതിനും അവിടുത്തെ രക്തം പാനം ചെയ്യുന്നതിനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. സ്നേഹനാഥ വാവായെന്നേശുനാഥ, വാവായൻ സ്നേഹനാഥ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അങ്ങൻ്റെ മനുഷ്യരുടെ പ്രത്യാശയായ സിഹായി ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കരുണയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ജീവിത സഖി നൽകുന്നു അവരെ വാഴ്ത്തി വണങ്ങിടാം. സാരയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ Sarah,
ദൈവം വരനിര കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏതൻ തോട്ടം നട്ടോനേ, നീയാണിൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർതെന്നൽ. സത്യമണാളാ നീതി ഞാൻ, നാഥാ ഞാൻ നിൻ മണവാട്ടി. നീയാണിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. ഒരു നാളും പിരിയാതിൻ പാതകൾ തോറും ദീപമായി, പ്രിയമോടിൻ ചാരേ നീ ഒന്നണയാനായി കാത്തു ഞാൻ. അരികിലായി നീ വന്നു ചേർന്നാൽ പാടിടാം ഞാനോ ശാന.
congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയെ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയെ. അകമേ പടരും കുളിരും പ്രണയം. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയെ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. പ്രാണനേ പ്രാണനേ പ്രാണനിൻ ശ്വാസമേ. ജീവനേ ജീവനേ ജീവനിശ്വാസമേ. തിരയേറി വന്ന നോവുകൾ നീർപെയ്തു തേങ്ങവേ. അതിലോലലോലമാകുമെന്നനുരാഗരാമഴ നിറയെ നനയൂ ഹലിയൂ പ്രിയതേ. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയെ. പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ. ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയെ. അകമേ പടരും കുളിരോ പ്രണയം. പറയാതെ വന്നിൻ ജീവനിൽ നിറമേകി അറിയാതെ മറുപാതിയായ എന്നുള്ളിൽ നീ പടരുന്നു മായാതെ. നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ. തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ. പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ.
പതിവായി നീ എന്നെന്നുമീ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ എന്നുയിരുമല്ലേ നമ്മളിണ പിരിയുക വയ്യാതൊന്നു ചേർന്നില്ലേ തമ്മിലറിയുന്നേ വാക്കുതിരയാതെ കണ്ണുകളും ഒരു ചെറു ചിരിയാൽ ഇന്നു മിണ്ടുന്നേ കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേവാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകേവാ പതിവായി നീ എന്നെന്നുമീ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി എൻ രാവുകൾ
നിനക്കായി